എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കറണ്ട് എക്കണോമിക് ടോപ്പിക് എന്ന് പറയപ്പെടുന്നത് ആഗ്രോ വോൾട്ടായിക് ഫാമിംഗ് ആണ്. എന്താണ് ആഗ്രോ വോൾട്ടായിക് ഫാമിംഗ്? 2024 ആഗ്രോ വോൾട്ടായിക് ഫാമിങ്ങിൻ്റെ പ്രസക്തി എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആഗ്രോ വോൾട്ടായിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് കൃഷിയും മറുവശത്ത് സോളാർ എനർജിയുടെ ഉൽപ്പാദനവും. അപ്പം സോളാർ എനർജിയും കൃഷിയും സമന്വയിച്ചുകൊണ്ടുള്ള ഒരു നൂതന ആവിഷ്കാരമാണ്, ഒരു നൂതന കൃഷി സമ്പ്രദായം തന്നെയാണ് ഈ ആഗ്രോ വോൾട്ടായിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, എനർജി സ്രോതസ്സ്, കൺവെൻഷനൽ എനർജി സ്രോതസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കും തോറും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കൺവെൻഷനൽ എനർജി സ്രോതസ്സ്. അപ്പം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണല്ലോ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഭാവി തലമുറയ്ക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കണം എന്നതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നോൺ കൺവെൻഷനൽ എനർജി സ്രോതസ്സിൽ സൗരോർജ്ജം എന്ന് പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്ന ഒരു അക്ഷയ പാത്രമാണ്. അപ്പം ആ ഒരു എനർജി സ്രോതസ്സ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതിനെ പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഇമ്പോർട്ടൻസ്, ഈ പദ്ധതിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2015 ഇൻ്റർനാഷണൽ സോളാർ എനർജി അലയൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ഫോറം ഫ്രാൻസിൽ ജന്മം കൊടുക്കുകയും അതിന് ആ ഒരു ഫോറത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദിയാണ്. കാരണം സോളാർ എനർജിയെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ഭാവി തലമുറയെ ഈ എനർജിയുടെ സ്കേഴ്സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു ആ ഒരു കോൺഫറൻസിൻ്റെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത്. അപ്പം അതിൻ്റെ ഫൗണ്ടർ മെമ്പറായിട്ടാണ് നമ്മുടെ ഇന്ത്യയെ കണക്കാക്കുക. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹരിയാനയാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത്. അത് ആദ്യമായിട്ട് ഈ കോൺഫറൻസ് നടന്നത് ഫ്രാൻസിൽ വെച്ചാണ്. അതിൻ്റെ അതിൻ്റെ പ്രസിഡൻഷ്യൽഷിപ്പിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത് ഫ്രാൻസ് ആണ്. അപ്പം അതിൻ്റെ ഒരു 7th കൺവെൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തത് 2024 ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൻ്റെ പ്രസക്തി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണലായിട്ടുള്ള എല്ലാ കോൺഫറൻസുകളും നടത്തുന്നത്, നാഷണലും ഇൻ്റർനാഷണലുമായിട്ടുള്ള കോൺഫറൻസുകളൊക്കെ ഈ ഭാരത മണ്ഡപത്തിലാണ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഇൻ്റർനാഷണൽ എനർജി കൺവെൻഷൻ ഹോസ്റ്റ് ചെയ്യുകയും ആ 7th ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ അജണ്ട എന്ന് പറയപ്പെടുന്നത് ആഗ്രോ വോൾട്ടായിക് ഫാമിംഗ് ആണ്. എങ്ങനെ നമ്മുടെ സൗരോർജ്ജത്തെ, അതായത് കൃഷിയെ സംരക്ഷിക്കണം, കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, അതുവഴി വിത്തൗട്ട് ഹാം, യാതൊരു നഷ്ടവും കൂടാതെ, യാതൊരു പ്രകൃതിക്ക് യാതൊരു ഹാനികരവും ഉണ്ടാവാത്ത രീതിയിൽ അറ്റ് ദി സെയിം ടൈം എനർജിയെ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിന് എന്തെല്ലാം ചെയ്യണം, അതിനുവേണ്ടി എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, എന്തെല്ലാം റിസർച്ചുകൾ ചെയ്യപ്പെടണം, അതിനെ എങ്ങനെ എടുക്കാം എന്നത് ആയിരുന്നു ഈ ഒരു കോൺഫറൻസിന് ആത്യന്തികമായിട്ട് ഊന്നൽ കൊടുക്കുകയും അപ്പോൾ അതിനുവേണ്ടി അതായത് നാജഫ് ഗർഫ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, ഡൽഹിയിലെ നാജഫ് ഗർഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സോളാർ പ്ലാന്റ്, ഈ ആഗ്രോ വോൾട്ടായിക് ഫാമിങ്ങിൻ്റെ ഒരു പുതിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു പ്ലാന്റിലേക്ക് ഏകദേശം ആ ഒരു കോൺഫറൻസിൽ 120 രാജ്യങ്ങളിൽ നിന്ന് ഡെലിഗേറ്റ്സ് വരികയും ആ ഡെലിഗേറ്റ്സുകളെല്ലാം ആ ഒരു പ്ലാന്റ് സന്ദർശിച്ചു. അവിടെ അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, എങ്ങനെയൊക്കെയാണ് അതിനകത്ത് പ്രൊഡക്ഷൻ നടത്തുന്നത്, അഗ്രികൾച്ചർ അങ്ങനെയാണ്, അതിൻ്റെ കൃഷി എങ്ങനെ നടത്തും, അതുവഴി എങ്ങനെയാണ് ഈ എനർജിയെ കൺസർവ് ചെയ്യുന്നത്, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റി
ഈ ഡെലിഗേറ്റ്സുകൾ അവിടെ വിസിറ്റ് ചെയ്തു എന്നതായിരുന്നു ഈ ഒരു കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം എന്താണ് ആഗ്രോ വോൾട്ടായിക് ഫാമിംഗ് എന്താണെന്നും ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി എന്താണ് എന്നും അതിൻ്റെ എത്രാമത്തെ കൺവെൻഷനാണ് ഇന്ത്യയെ ഹോസ്റ്റ് ചെയ്തത് എത്രാമത്തെ കൺവെൻഷനെയാണ് എന്നും അതിൻ്റെ ആരാണെന്നും കോ ഫൗണ്ടർ ആരാണെന്നും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.